1954 സെപ്റ്റംബർ 15 രാത്രി 1 മണി സമയം ന്യൂയോർക്ക് സിറ്റിയിലെ ലെക്സിംഗ്ടൺ. അവിടെ 7 ഇയർ ഇച്ച് എന്ന ഹോളിവുഡ് സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. സിനിമയിൽ അഭിനയിക്കുന്ന വിശ്വസുന്ദരി മെർലിൻ മൺറോയെ കാണാൻ പാതിരാത്രി കഴിഞ്ഞിട്ടും നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. വസ്ത്രാലങ്കാരത്തിന് ഓസ്കാർ നേടിയിട്ടുള്ള വില്യം ട്രാവിലെ ഡിസൈൻ ചെയ്ത ഒരു ഡിം വൈറ്റ് ഹോൾട്ടഡ് ഡ്രസ്സാണ് അന്ന് മൺറോ അണിഞ്ഞിരുന്നത്. പെട്ടെന്ന് മൺറോയുടെ വസ്ത്രം കാറ്റിൽ പറക്കുന്നു. ഒട്ടും ആശങ്കയില്ലാതെ നിറച്ചിരിയോടെ മൺറോ ആ കാറ്റിനെ നേരിടുന്നു. അതിനിടെ കാൻഡിഡ് ഫോട്ടോസിന് പ്രശസ്തനായ സാംഷോ അവരുടെ കാൻഡിഡ് ചിത്രങ്ങൾ പകർത്തുന്നു. അന്ന് സാംഷോ പകർത്തിയ ആ ചിത്രം ഫ്ലൈയിങ് സ്കേർട്ട് എന്ന പേരിൽ പിന്നീട് ലോകപ്രസിദ്ധമാകുന്നു. ചില ഫോട്ടോസ് ഒരു ബ്രാൻഡിംഗ് പ്രതിഭാസമായി മാറാറുണ്ട്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ബ്രാൻഡിംഗ് പ്രതിഭാസമായി മാറിയ ഫോട്ടോ എന്ന് നിസ്സംശയം പറയാവുന്ന ഒന്നാണ് മെർലിൻ മൺറോയുടെ ഫ്ലൈയിങ് സ്കേർട്ട്. കാരണം ഇന്നും ആ ഫോട്ടോയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പുതിയ ബ്രാൻഡുകളും ഉത്പന്നങ്ങളും ഉണ്ടാകുന്നു. ആയിരങ്ങൾ അത് പർച്ചേസ് ചെയ്യുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് itsy.com എന്ന ഇ-കൊമേഴ്സ് കമ്പനി പുറത്തിറക്കിയ മെർലിൻ മൺറോ ഇൻസ്പയർഡ് ഹോൾട്ടഡ് ഡ്രസ് ഞാനും കണ്ടിരുന്നു. ഇന്നലെ വരെ നോക്കുമ്പോൾ 10,000 രൂപയ്ക്ക് അടുത്താണ് ഇതിൻ്റെ വില. സ്മിഫി, കാലിഫോർണിയ ഡിസൈനേഴ്സ് തുടങ്ങിയ 100 കണക്കിന് കമ്പനികൾക്ക് ഇന്നും വിപുലമായ മൺറോസ് ഡ്രസ് കളക്ഷൻസ് ഉണ്ട്. മെറ്റൽ എന്ന ടോയ് കമ്പനി മൺറോസ് ഫ്ലൈയിങ് സ്കേർട്ട് എന്ന പേരിൽ പുറത്തിറക്കുന്ന ബാർബി ഡോളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഫ്രാങ്ക്ലിൻ മിന്റ് പോലെയുള്ള അന്താരാഷ്ട്ര കളിപ്പാട്ട കമ്പനികളുടെ 25,000 രൂപ വരെ വില വരുന്ന മൺറോ ഡോളുകൾ ഇന്നും വിപണിയിൽ ലഭ്യമാണ്. കൂടാതെ ആർക്കിടെക്ചർ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ ഫ്ലൈയിങ് സ്കേർട്ട് എന്ന സ്റ്റാച്യു വീടുകളിലും ടൗണുകളിലും ഒക്കെ സ്ഥാപിക്കുന്നുണ്ട്. കാലിഫോർണിയയിൽ 26 അടി ഉയരമുള്ള ഫോറെവർ മെർലിൻ എന്ന സ്റ്റാച്യു ഉണ്ട്. നിരവധി രാജ്യങ്ങളുടെ പ്രസിദ്ധ വാക്സ് മ്യൂസിയങ്ങളിൽ ഫ്ലൈയിങ് സ്കേർട്ട് പുനരാവിഷ്കരിക്കുന്നുണ്ട്. 71 വർഷം മുൻപ് എടുത്ത ഒരു ഫോട്ടോ ഇന്നും ഒരു ബ്രാൻഡിംഗ് പ്രതിഭാസമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ഫോട്ടോയുടെയും ആ ഫോട്ടോയിലെ താരത്തിൻ്റെയും സ്വാധീനം നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. സന്തോഷം, സ്വാതന്ത്ര്യം, ആത്മവിശ്വാസം തുടങ്ങിയവയുടെ പ്രതീകമായി കൂടി ഈ ചിത്രത്തെ വിശേഷിപ്പിക്കാറുണ്ട്. ജീവിതത്തിൽ പലപ്പോഴും പലതരത്തിലുള്ള അപ്രതീക്ഷിത കാറ്റുകൾ ഉണ്ടാകും. നമ്മുടെ എല്ലാ തരം പ്ലാനിങ്ങും തെറ്റിക്കുന്ന ചില കാറ്റുകൾ. കാറ്റല്ല പ്രശ്നം, കാറ്റിനെ നമ്മൾ മനോഹരമായി എങ്ങനെ നേരിടുന്നു എന്നതിലാണ് മഹത്വം.